ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് വളരെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. CMF കമ്പനിയുടെ 65 വാട്ടുള്ള ഒരു അൾട്രാ ഫാസ്റ്റ് ചാർജറാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത്. നത്തിങ് കമ്പനിയുടെ ഒരു സബ് ബ്രാൻഡാണ് CMF എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. അപ്പോൾ വളരെയധികം അഫോർഡബിൾ ആയിട്ടുള്ള ആക്സസറീസും ഫോണുകളൊക്കെ ഇറക്കുന്ന ഒരു കമ്പനിയാണല്ലോ CMF. അപ്പോൾ അവരുടെ പാളയത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു അൾട്രാ ഫാസ്റ്റ് 65 വാട്ട് ചാർജറാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ഇത് വെറും ഒരു സാധാ ഫാസ്റ്റ് ചാർജർ അല്ല, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയായ GaN ടെക്നോളജിയാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതൊരു GaN ചാർജർ കൂടിയാണ് ഈ CMFൻ്റെ ഈ ചാർജർ. അപ്പോൾ എന്താണ് ഈ GaN ചാർജർ അല്ലെങ്കിൽ GaN ടെക്നോളജി? അപ്പോൾ GaN എന്ന് പറയുന്നത് GaN, അതായത് ഗേലിയം നൈട്രൈഡ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ പണ്ട് സെമി കണ്ടക്ടറുകളിൽ ഇപ്പോൾ നമ്മുടെ 90കളുടെ തുടക്കത്തിലൊക്കെ LED ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു മെറ്റീരിയലാണ്. അത് വെച്ചിട്ട് ചാർജറിൽ സെമി കണ്ടക്ടർ കോമ്പണൻസ് ഉണ്ടാക്കുവാൻ ഈ ഗേലിയം നൈട്രൈഡ് യൂസ് ചെയ്യുകയാണ്. അത് അങ്ങനെ ഉപയോഗിക്കുന്ന ചാർജറുകളെയാണ് ഈ ഗേലിയം നൈട്രൈഡ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഈ സാറ്റലൈറ്റിൽ ബഹിരാകാശത്തൊക്കെ പോകുന്ന സാറ്റലൈറ്റിൻ്റെ ഒക്കെ സോളാർ എറയിൽ വരെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് അത്ര ഈ ഗേലിയം നൈട്രൈഡ്. ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചൂട് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് വളരെയധികം ഒരു സേഫർ ആയിട്ടുള്ള ഒരു ടെക്നോളജി കൂടി ആണെന്നാണ് ഇപ്പോൾ കമ്പനീസൊക്കെ പറയുന്നത്. ഈ ഒരു ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ വളരെ ചെറുതായിട്ട് ചെറിയ സൈസുള്ള ചാർജറും ചൂട് തീരെ അധികം വരാത്ത ഒരു ടെക്നോളജിയും ആക്കുവാൻ ഈ കമ്പനീസിന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ പാക്കേജിംഗ് ഒക്കെ നല്ല കിടുവാണ് കേട്ടോ. നത്തിങ്ങിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത ആൾക്കാർക്ക് അറിയാം അതിൻ്റെ ഒരു പാക്കേജിങ് ഒരു ഡിഫറൻസ്. ഇത് 2 കളേഴ്സാണ് വരുന്നത്, ഒന്ന് ഓറഞ്ചും ഒന്ന് ബ്ലാക്കും. അപ്പോൾ ഞാൻ ബ്ലാക്കാണ് നിങ്ങൾക്ക് കാണുന്ന പോലെ ഇവിടെ റിവ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഫോൺസും ടാബ്ലറ്റ്സും ഇയർബഡ്സും നോട്ട്ബുക്സും എല്ലാം ചാർജ് ചെയ്യാൻ പറ്റുമെന്നാണ് CMF പറയുന്നത്. അപ്പോൾ ഇതിന് 2 USB-C പോർട്ടും ഒരു USB-A പോർട്ടും ആണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ഓറഞ്ച് ആണോ ബ്ലാക്ക് ആണോ? അതൊന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇതിൽ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഷോർട്ട് സർക്യൂട്ട്, ഓവർ ഹീറ്റിംഗ്, എക്സസീവ് കറൻസ്, ഹൈ വോൾട്ടേജ്, ലോ വോൾട്ടേജ്, ഇൻ്റർഫറൻസ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഇതിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. മാത്രമല്ല പുറത്ത് ഇവർ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ഒരു ഫ്ലെയിം റിട്ടാർഡൻറ്റ് പ്രൊട്ടക്ഷനാണ് ഈ ചാർജറിൻ്റെ ഔട്ടർ ഷെല്ലിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു 65 വാട്ട് ചാർജ് ആണെങ്കിലും ഒരു പോർട്ട് സിംഗിളായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 65 വാട്ട് ഫുള്ളായിട്ട് ചാർജിങ് കിട്ടുക. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നിങ്ങൾ കാണുന്ന പോലെ USB-A മാത്രമാണ് യൂസ് ചെയ്യുമ്പോൾ 36 വാട്ട് നിങ്ങൾക്ക് കിട്ടും. USB-C ഏതെങ്കിലും ഒരു പോർട്ടിൽ മാത്രം കുത്തിയാൽ ആണ് 65 വാട്ട് ഫുൾ ചാർജ് കിട്ടുക. ഇനി 2 പോർട്ടിൽ നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് 2 ഡിവൈസ് കുത്തിയാലോ, അതായത് USB-C2 കൂടെ 20 വാട്ടും ആണ് കിട്ടുക, C1 എന്ന് പറയുന്ന പോർട്ടിൽ കൂടെ ഒരു 45 വാട്ടും കിട്ടും. അങ്ങനെ സ്പ്ലിറ്റായി പോകുകയാണ് ആ 65 വാട്ട്. പിന്നെ USB-1 കുത്തിയാൽ 18 വാട്ട് ആണ് കിട്ടുക. C1 എന്ന് പറഞ്ഞ പോർട്ടിലൂടെ 45 വാട്ടും കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചാർജിങ് ഡീറ്റെയിൽസ്. അപ്പോൾ ഡിസൈൻ നോക്കിയാൽ നോർമൽ ഒരു ഡിസൈൻ തന്നെയാണ്, പക്ഷേ ഔട്ടർ ഷെല്ല് ഒരു ചെറിയൊരു ടെക്സ്ചർ പോലെയാണ്, ഒരു ചെറിയ ഗ്രെയിൻ ഉള്ള ഡിസൈനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലെയിം റിട്ടാർഡൻറ്റ് ഒരു മെറ്റീരിയൽ ആണെന്നാണ് CMF പറയുന്നത്. ഏകദേശം 151 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. കുറച്ചൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ 65 വാട്ട് അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു ചാർജറിന് ഇതിനേക്കാളും വാട്ടൊക്കെ നമ്മൾ പണ്ടത്തെ ടെക്നോളജി വെച്ച് ഉണ്ടാകും. അടുത്തടുത്ത് സോക്കറ്റുള്ള എക്സ്റ്റൻഷൻ കോഡിലാണ് നിങ്ങളത് കുത്താൻ വിചാരിക്കുന്നതെങ്കിൽ അത് കുറച്ച് ആ തൊട്ടടുത്തുള്ള സോക്കറ്റിലുള്ള ഡിവൈസ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുത്തുവാൻ ഇത് കുത്തിക്കിടക്കുകയാണെങ്കിൽ. അപ്പോൾ അതെപ്പോഴും നിങ്ങളൊന്ന് ഒരു സോക്കറ്റ് മാറ്റി അപ്പുറത്ത് കുത്തേണ്ടി വരും. അപ്പോൾ നല്ല സോളിഡ് ബിൽഡ് ക്വാളിറ്റി ഒക്കെ തന്നെ തോന്നുന്നുണ്ട്. എൻ്റെ നത്തിങ് ഫോണ് ഞാൻ പറഞ്ഞ പോലെ 25 മിനിറ്റ്സ് കൊണ്ട് തന്നെ 50% മുകളിൽ ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചൂട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഹീറ്റ് ഉണ്ട്, പക്ഷേ 65 വാട്ട് ഇത്രയും ഫാസ്റ്റ് ചാർജ് ആയിട്ട് ചെയ്യുമ്പോൾ ഹീറ്റ് തന്നെ ഒരു ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും അവിടെ നിന്ന് വാങ്ങി ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ GaN ചാർജർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും തീർച്ചയായും നിങ്ങളുടെ കമൻസും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ്.